വീഡിയോയിലേക്ക് സ്വാഗതം. സോ വെൽക്കം ടു സ്കൂൾ സ്റ്റോറീസ്. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ സ്കൂൾ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ്. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ സ്കൂളിലെ ലാസ്റ്റ് 2 അവർ എന്ന് പറയുന്നത് ആക്ച്വലി ഫോർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ കുറേ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആർട്സ് ക്ലബ്ബ്, ഡാൻസ് ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, പിന്നെ മ്യൂസിക് ക്ലബ്ബ്, അങ്ങനെ കുറേ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ക്ലബ്ബിലെ സ്റ്റുഡൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്, ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ആർട്സിലാണ്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. അതിൽ വരയ്ക്കാനും പെയിൻറ് ചെയ്യാനും മാത്രമുള്ള ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ആർട്സിലാണ്. ദാറ്റ് ഈസ് 75 സ്റ്റുഡൻസോളം ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ അപ്പോൾ ഇതിന് മുന്നേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം. സോ ഞാൻ 9th ക്ലാസ്സിന് കിഡ്നി പഠിപ്പിക്കുന്ന സമയത്ത്, റിവിഷൻ സമയത്ത് ഞാൻ അവരുടെ ഇങ്ങനെ പറഞ്ഞു കിഡ്നിയുടെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യു ഹവ് ടു പ്രാക്ടീസ് ദാറ്റ്. അപ്പോൾ അവർ പറഞ്ഞു സാർ ഒന്ന് ബോർഡിൽ കിഡ്നി വരയ്ക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഫ് ഐ എം ഡ്രോയിങ് ദാറ്റ് ഓൺ ബോർഡ് ഇറ്റ് വിൽ ടേക്ക് എ ഹോൾ പീരീഡ്. അപ്പോൾ എനിക്ക് അത്രയും സമയം ഉണ്ടായിരുന്നില്ല അത് വരച്ച്, കാരണം അവർക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബുക്കിൽ ഞാൻ വരച്ചുതരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കിഡ്നി വരയ്ക്കുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡ് നന്നായിട്ട് ശരിയായി, റൈറ്റ് സൈഡ് കിഡ്നി അത്ര ഭംഗിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്തോ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വരയ്ക്കണ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു സി ഐ എം നോട്ട് ദാറ്റ് ഗുഡ് അറ്റ് ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചിൽഡ്രൻസ് ഡേ വന്ന സമയത്ത് സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാ പടവും വരച്ച് പെയിൻറ് ചെയ്ത് അത് ചെയ്തത് ഞാനാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ടീച്ചേഴ്സ് പറഞ്ഞു, കുട്ടികൾക്കൊക്കെ അറിഞ്ഞു. അപ്പോൾ അറിയാലോ കുട്ടികളുടെ ഇടയിൽ ഒരു കാര്യം അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രവടാ സ്പ്രെഡാവും. അങ്ങനെ അത് കുറേ പേർക്ക് അറിഞ്ഞു, ഓ സാർ വരയ്ക്കും എന്നുള്ളതേ. അത് കഴിഞ്ഞ് ഞാനാണ് ആർട്ട് ക്ലബിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഇൻചാർജ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അത്ഭുതമായി. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആക്ച്വലി അവർ ഞെട്ടി. പിന്നെ ഞാൻ അവർ മുന്നിൽ തന്നെ ലൈവായിട്ട് വരച്ചു കൊടുത്തു. ലൈവ് വരച്ച് അപ്പോൾ 2-3 മിനിറ്റ്സിനുള്ളിലൊക്കെ വരച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ആക്ച്വലി അവർ ഭയങ്കര ഒരു ഫാൻ പോലെയായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സാർ ഇത് ശരിയായോ അത് ശരിയായോ, ഇവിടെ ഈ കളർ കൊടുത്തു അതിങ്ങനെയൊക്കെ ചോദിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. കാരണം ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സമയം പോണെന്ന് അറിയില്ല. ഇത്രയും കുട്ടികൾ 70-75 കുട്ടികൾ പല ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെയുള്ള പല ക്ലാസ്സിലെ കുട്ടികൾ. ഭയങ്കര രസമാണ് ചെറിയ പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ വരച്ച മൊത്തം കാര്യങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇത്രയും കെട്ട് കണക്കിന് പേപ്പേഴ്സ് ഓരോ കുട്ടികൾ വരച്ചതാണ്. ആൻഡ് ഞാൻ വരച്ച് അവരെ കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്നത്. സോ ദീസ് ടു വെയർ മൈ ആർട്ട് വർക്ക് വിത്ത് പെൻ. ഇത് ഞാൻ വരച്ച് കാണിച്ചു കൊടുത്തത് ഒരു ഭയങ്കര സന്തോഷം. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ലൈക്ക് എ ഫണ്ണി രസമുള്ള ഒരു ആർട്ട് വർക്ക്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഇതിൽ നല്ലതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ സീ യു ഗൈസ്.